മനസ്സിന് കുളിർമയേകുന്നതും മനോഹരവുമായ നിരവധി ക്രിസ്തീയ കീർത്തനങ്ങളുടെ അവതരണമായ മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നല്ല പ്രാധാന്യമുള്ള വളരെ പ്രശസ്തമായ മറ്റൊരു ഗാനമാണ് ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ. കൂടുതലായി മരണഭവനങ്ങളിലും ശവസംസ്കാര വേളകളിലുമൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന പാട്ടാണ്. ഈ പാട്ട് ആരെഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതപ്പെട്ടു, ഇതൊക്കെ അച്ഛന് ഒന്ന് പറയാം. നമ്മുടെ നല്ല പാട്ടുകൾ അധികവും പ്രത്യാശാ നിർഭരമായൊരു ജീവിതത്തെക്കുറിച്ച് ഉള്ള ചിത്രങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ അധികവും ഈ മരണഭവനങ്ങളിൽ, വിലാപത്തിൻ്റെ ഭവനങ്ങളിൽ പാടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവയുടെ പ്രമേയം അതാണെന്ന് പറയാൻ പ്രയാസമാണ്. നമ്മളങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാധു കൊച്ചുമേശ്വര പാട്ടുകളെല്ലാം അധികം പേരും പാടുന്നത് ഈ മരണ സമയത്തും അതിനോട് ബന്ധപ്പെട്ട വീടുകളിലൊക്കെയാണ്. എന്നാൽ അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരു ഗീതമാണ് ഇപ്പോൾ ശുദ്ധർ സ്തുതിക്കും വീട് എന്നാരംഭിക്കുന്ന ഈ പാട്ട്. രചനാസുഖമുള്ള, കേൾവിക്ക് ഇമ്പം നൽകുന്ന, അതോടൊപ്പം തന്നെ വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ്. ഈ പാട്ട് രചിച്ചിരിക്കുന്നത് ഈ മധ്യതിരുവിതാംകൂർ ഈ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഈ ഒരു കവയിത്രിയാണ്. കവയിത്രി എന്ന വാക്ക്, അല്ലെങ്കിൽ ഇവരൊക്കെ കവികളാണല്ലോ. അന്നമ്മ മാമൻ എന്നാണ് പേര്. വീട് കുമ്പനാട്ട്. നല്ല മനോഹരമായ 5-8 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നല്ല മനോഹരമായ 2-3 പാട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകളുണ്ട്. ലോകമാ ഗംഭീരമായ എന്ന് ആരംഭിക്കുന്നവർ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് ശുദ്ധർ സ്തുതിക്കും വീട്. മോക്ഷാനന്ദ ഗീതമാണ്. അതെ, മോക്ഷാനന്ദ ഗീതമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമുക്ക് മരണഭാവനങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും പ്രത്യാശ നിർഭരമായൊരു മനസ്സിൽ നിന്ന് ഉറവെടുക്കുന്ന ഒരു ഗാനമായി ഇത് ആലപിക്കാവുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാനപരമായ ബിബിളിക്കൽ ആയ ഒരു ഗാനമാണ്. ദൈവവചന അധിഷ്ഠിതമാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് ആണ് ഇതിലെ അടിസ്ഥാനം. അത് അവർ സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അതാണ്. അതിലെ ഇമേജറികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ തെരുവീതിയെക്കുറിച്ചും വീണമീട്ടുന്ന സുരവരരെക്കുറിച്ചും പളുങ്ക് നദീ തീരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്ന എല്ലാം, ജീവവൃക്ഷത്തെ തണലിനെക്കുറിച്ചും എല്ലാം ഈ വെളിപാട് പുസ്തകത്തിലെ ജീവിത സങ്കല്പങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെളിപാട് പുസ്തകം തന്നെ രചിക്കപ്പെട്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ സങ്കീർണമായ അനുഭവങ്ങളിൽ ഭാവിയെക്കുറിച്ചൊരു പ്രതീക്ഷയില്ലാത്തവരുടെ മനസ്സിൽ കൂടുതൽ പ്രതീക്ഷ, ഇതിനപ്പുറത്തൊരു വലിയ പ്രതീക്ഷയുണ്ട്, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത ഒരിടമുണ്ട്, ദൈവം നിങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു പറഞ്ഞത്. അപ്പോൾ ആ ഒരു സങ്കല്പം ശരിക്കും പറയുമ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ഭക്തകവികളെ വളരെയേറെ ആകർഷിച്ചിരുന്നു. അപ്പോൾ അതിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എം.ഇ. ചെറിയാൻ സാറിൻ്റെ പാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഈ അന്നമ്മ മാമനും ഒക്കെ അങ്ങനെ ഒരേ കാലം ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാലത്തെ ഒരു ആത്മീയമായ ചൈതന്യത്തിൻ്റെ സ്വഭാവമാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളത് ഈ അന്നമ്മ മാമൻ എന്ന് പറയുന്ന മറ്റൊരു സാഹിത്യരംഗത്തും അറിയപ്പെടാത്ത ഈ ഒരു മാന്യ ദൈവദാസി ഇങ്ങനെ മനോഹരമായൊരു പാട്ട് എഴുതിക്കുന്നുള്ളതാണ്. അത്ര രചനാപരമായ സൗന്ദര്യം ഈ പാട്ടിലുണ്ട്. ആത്മീയ അനുഭവം ഉണ്ട്. അതെ, അതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. ഇത് ആത്മീയ അനുഭവം ഉള്ള ഒരു മനസ്സിൽ നിന്ന് വളരെ നൈസർഗികമായി ഉറവെടുക്കുന്നതാണ്. ഏതായാലും ഈ പാട്ട് നമുക്ക് നിൽക്കാം. തീർച്ചയായും.
ശാലേമിൽ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ.
ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ. ഇടവകളിലും അതുപോലെ കൺവെൻഷനുകളിലൊക്കെ അനേകം പേർ പാടുകയും നമ്മളൊക്കെ അനുദിനം ഭവനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഗാനം പാടിപ്പുകഴ്ത്തിടാം ദേവദേവനെ. ഈ പാട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അജ്ഞാത കർത്തൃത്വം, ആരാണ് ഇത് രചിക്കപ്പെട്ടതെന്ന് വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു പാട്ടാണ്. ഈ പാട്ടിനെക്കുറിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും വെച്ചാൽ? ഈ വളരെ സങ്കടകരമായ ഒരു വസ്തുത, ഈ പാട്ടും രചിച്ച ആരാണെന്ന് നമുക്ക് നിശ്ചയമില്ല എന്നുള്ളതാണ്. പക്ഷെ വളരെ പഴയ പാട്ടുകളൊന്നല്ല, പുതിയ പാട്ടുകൾ. പുതിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയെന്നുള്ളതല്ല, ഇടക്കാലത്ത് പ്രചാരത്തിൽ വന്നൊരു പാട്ടാണ് പറയുന്നത്. വളരെ പോപ്പുലറാണ് ഈ പാട്ട്. കാരണം സാറ് പറഞ്ഞതുപോലെ പള്ളി യോഗങ്ങളിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും കുടുംബ ആരാധനയിലും ഒക്കെ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. മനോഹരമായ ഒരു പാട്ടാണ്. ഇതാരാണ് രചിച്ചതെന്ന് വ്യക്തമായ ധാരണ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ആ രചയിതാവ് തൻ്റെ പേര് രേഖപ്പെടുത്താതിരുന്നുകൊണ്ടാവാം ഇങ്ങനെ അജ്ഞാതനായി പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഈ പാട്ടിൻ്റെ ഒരു ഹൃദയഭാവം എന്ന് പറഞ്ഞത്, ദൈവം എനിക്ക് ആരാണ്? എൻ്റെ പരിപാലകനാണ്. അതുകൊണ്ട് ആ പരിപാലകനായ ദൈവത്തെ ഞാൻ പാടി മഹത്വപ്പെടുത്താം. ഇതാണ് അതിൻ്റെ കേന്ദ്ര ആശയം എന്ന് പറയുക. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത്, ദൈവമേ ഞാൻ നിന്നെ പാടി മഹത്വപ്പെടുത്തട്ടെ, സ്തുതിക്കട്ടെ എന്ന്. ഒരു ഭക്തൻ്റെ ജീവിതം അർത്ഥപൂർണ്ണമാകും ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, മഹത്വപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ അത് ഈ പാട്ടിൽ നന്നായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ആ രചയിതാവ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ പല ക്രിസ്തീയ ഗാനങ്ങളെയും പോലെ വളരെ ലളിതമാണ്. ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ക്ലിഷ്ടതയുമില്ല. സങ്കീർണമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സാധാരണ ഒരു പോപ്പുലർ തിയോളജി എന്ന് വേണമെങ്കിൽ പറയാൻ എൻ്റെ വിചാരം. ദൈവം എൻ്റെ പരിപാലകനാണ്, ദൈവം എന്നെ കാക്കുന്നവനാണ്, കരുതുന്നവനാണ്, ദൈവം വിശ്വസ്തനാണ്. ആ ഒരാശയത്തെ ലളിത മനോഹരമായ ഒരു ഗാനത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് ക്രിസ്തീയ ഗാനങ്ങളിൽ ശ്രദ്ധിക്കേയമായ ഒരു പാട്ടാണ്. ഏതായാലും വെച്ചാൽ നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം.
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുമ്പിൽ. ഈ ഗാനം കേൾക്കാത്തവരായി ആരുമില്ല എന്ന് തോന്നുന്നു. കാരണം വിവാഹ സമയത്ത് ഭവനങ്ങളിൽ ഏതെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ അവിടെയൊക്കെ നന്ദിയുടെ സൂചകമായി പാടുന്ന ഒരു പാട്ടാണിത്. ഇത് ഈ കാലത്ത് വളരെ പോപ്പുലറായി, സമീപകാലത്ത് ഇറങ്ങിയൊരു ഗാനമായതുകൊണ്ട് തന്നെ വളരെ പോപ്പുലറാണ്. നമുക്ക് ഈ ഗാനത്തെക്കുറിച്ച് അച്ഛനോടൊന്ന് ചോദിച്ചറിയാം. അച്ഛാ, ഈ ഗാനത്തെക്കുറിച്ച് അച്ഛന് ഒന്ന് പറയാമോ? സാറ് സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന പാട്ടുകൾ മാത്രമേ നമ്മളെ ആഴത്തിൽ പതിയുകയുള്ളൂ എന്നുള്ളതാണ്. അതെ, കേൾക്കാനുള്ള ഇമ്പം കൊണ്ട് മാത്രമല്ല അത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ അർത്ഥത്തിൻ്റെ പ്രശ്നം. ഒരു പാട്ടിന് രൂപവുമുണ്ട്, ഭാവമുണ്ട്. രൂപം എത്ര മെച്ചപ്പെട്ടതായിരുന്നാലും ഭാവം ഹൃദയസ്പർശി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് കിനിഞ്ഞിറങ്ങത്തില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ള പ്രത്യേകത അതാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു ബൈബിൾ സന്ദർഭത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതാണ്. അത് പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം അദ്ദേഹം എടുത്തിരിക്കുന്നത്, ഈ രചയിതാവ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഐതിഹാസികമായ ഒരു കാലഘട്ടമായിരുന്നു. ഒട്ടേറെ കലാപങ്ങൾ, ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒട്ടേറെ യുദ്ധങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ഒക്കെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഒതുക്കി ഒരു സമാധാനം നാട്ടിൽ സംസ്ഥാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം നാഥാൻ പ്രവാചകൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നു. പ്രവാചകൻ വന്ന് പറഞ്ഞു, ദൈവം നിനക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നീ ഒരു ദേവാലയം പണിയണം. പക്ഷേ ആ ദേവാലയം പണിയുന്നത് നീയല്ല, നിൻ്റെ കടിപ്രദേശത്തുണ്ടായതിൻ്റെ മകനായിരിക്കും എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ വളരെ കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടെ ദാവീദ് രാജാവ് പ്രതികരിക്കുന്നു, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹത്തെ ഇത്രത്തോളം ഉയർത്താൻ ഞാൻ എന്തുള്ളൂ. അതായത് ഇസ്രായേലിൻ്റെ രാജ്യത്വം തലമുറയായി എൻ്റെ ഗ്രഹത്തിന് വേണ്ടി നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ ദാവീദ് രാജാവിൻ്റെ കൃതജ്ഞത കൊണ്ട് നിറഞ്ഞ മനസ്സിൽ നിന്ന് ഉറവെടുത്ത വാക്കുകളാണ് പറയുന്നത്. അതാണ് ഈ ഗാനത്തിൻ്റെ പിന്നിൽ ഈ അദ്ദേഹം പ്രേരകശക്തി എന്ന് വേണമെങ്കിൽ കുറിവാക്യം പോലെ സ്വീകരിച്ചിരിക്കുന്നതാണ്. അത് 2 ശമൂവേൽ 7-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് പറയുന്നത്. ഇത് ഈ നമ്മുടെ ഗാനരചയിതാവ് ഇതിനെ സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം കുടുംബ അനുഭവങ്ങളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ദൈവമേ, ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ, നിൻ്റെ ഇത്ര അളവില്ലാത്ത അറുതിയില്ലാത്ത അനുഗ്രഹത്തിനും കാരുണ്യത്തിനും പാത്രമാകാൻ ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എല്ലാം അങ്ങയുടെ അനുഗ്രഹം മാത്രമാണല്ലോ എന്ന് പറയുന്ന, നമ്മളും എന്നും പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് അതെ കൂടുതൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ദൈവ അനുഗ്രഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിന് ഞാൻ യോഗ്യനല്ല എങ്കിലും നീ എന്നെ യോഗ്യനാക്കി തീർത്തല്ലോ എന്ന വിനയമുള്ള മനസ്സിൽ നിന്ന് ഉറവെടുത്ത അതിമനോഹരമായൊരു ഗാനമാണ് ഇത്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും
ക്രിസ്തീയ വിശ്വാസികളുടെ മനസ്സിൽ മനോഹരങ്ങളായി വരികൾ എന്നും നിലനിൽക്കും. ഈ ഗാനങ്ങൾ നമ്മളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.